ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്സ്, തെറ്റുകളെയാണ് ഫാലസി എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ എന്താണ് ഫാലസി, എന്തൊക്കെയാണ് അതിലെ കാര്യങ്ങൾ നോക്കാം. ഫാലസീസ് ആർ ദ എറേഴ്സ് ഓർ ട്രിക്സ് ഓഫ് റീസണിങ്. റീസണിങ്ങിൽ വരുന്ന തെറ്റുകളെയാണ് ബേസിക്കലി എന്ത് പറയുന്നത്, ഫാലസീസ് എന്ന് പറയുന്നത്. ആർഗ്യുമെൻറ്റ്സ് നമുക്കറിയാം, നിങ്ങൾക്കിപ്പോൾ ആർഗ്യുമെൻറ്റ്സും കൺക്ലൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. അധികം സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസോ, 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തരും, ഒരു കൺക്ലൂഷൻ തരും. സോ ആ ഒരു കേസിലാണ് ഈ പറയുന്ന ഫാലസീസിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. ഈ ഫാലസീസ് പഠിച്ചാൽ മാത്രമേ ഇത്തരം ആർഗ്യുമെൻറ്റ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടോപ്പിക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കാം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ്ങിൽ വരുന്ന തെറ്റുകളാണ്, അതായത് ഒരു ആർഗ്യുമെൻറ്റിൽ വരുന്ന ഡിഫക്റ്റുകൾ, അതിനെയാണ് എന്ത് പറയുന്നത്, ഫാലസി എന്ന് പറയുന്നത്. ഫാലസീസ് ഇൻറ്റൻഷണൽ ആവാം, അൺഇൻറ്റൻഷണൽ ആവാം. അൺഇൻറ്റൻഷണൽ ആണെങ്കിൽ അതിന് നമ്മൾ വെറും എറേഴ്സ് എന്ന് പറയും. ഇൻറ്റൻഷണൽ ആണെങ്കിൽ അതിന് ട്രിക്സ് എന്നാണ് പറയുക. ട്രിക്സ് അഥവാ സോഫിസം എന്ന് പറയും, അതിൻ്റെ മറ്റൊരു പേര്. ഇൻറ്റൻഷനലി ഞാൻ തെറ്റ് വരുത്തുകയാണെങ്കിൽ അത് ട്രിക്സ് ആയിട്ടും, ഇൻറ്റൻഷണൽ അല്ല അൺഇൻറ്റൻഷനലി വരികയാണ്, അതായത് അറിയാണ്ട് വന്നു പോവുകയാണെങ്കിൽ അതിന് നമ്മൾ എറേഴ്സ് എന്നും പറയും. ഇനി ഫാലസീസിൽ ചെക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഫാലസീസ് ഒരു ആർഗ്യുമെൻറ്റിൽ ഫാലസി ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എത്തോസ്, ലോഗോസ്, പാത്തോസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 മെത്തേഡ്സ് ഉണ്ട്. ഈ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫാലസീസ് ഉണ്ടോ ഇല്ല, അല്ലെങ്കിൽ ഏത് ഫാലസിയാണ് ഇവിടെ വന്നത്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഫാലസീസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. സോ ഇനി നമുക്ക് ഫാലസീസിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. 2 കാറ്റഗറിയാണ് മെയിനായിട്ട് പറയുക ഫാലസീസ്. നിങ്ങളുടെ സിലബസ് പ്രകാരം 2 ക്ലാസിഫിക്കേഷനാണ് ഫാലസീസിനെ കൊടുക്കുക. ഫോർമൽ ഫാലസീസും ഉണ്ട്, ഇൻഫോർമൽ ഫാലസീസും ഉണ്ട്. അത് ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഫോർമൽ ഫാലസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറിൽ വന്ന പ്രശ്നം, ആർഗ്യുമെൻറ്റ്സിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന പ്രശ്നങ്ങളെയാണ് ഫോർമൽ ഫാലസീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻഫോർമൽ ഫാലസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസണിങ്ങിൽ വരുന്ന പ്രശ്നങ്ങളാണ്.